വെൽക്കം ടു എജു മക്കളെ. നിങ്ങൾക്കിതാ ചെറിയ മിനിറ്റിൽ വലിയ മാർക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. ഇറങ്ങി നോക്കാം ചെറിയ മിനിറ്റിൽ എങ്ങനെ വലിയ മാർക്ക് വാങ്ങാന്നുള്ളത്. എന്താണ് ഈ ചെറിയ മിനിറ്റിൽ വലിയ മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? സൗണ്ടൊക്കെ പോയടാ, ഫുള്ള് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ടൊന്നും ക്ലിയർ ആവണില്ല അല്ലേ? സൗണ്ടൊക്കെ പോയി, എന്നാലും പ്രശ്നമില്ല മക്കളെ. എത്ര സൗണ്ട് പോയാലും അവസാനത്തെ ശ്വാസമാവുന്നത് വരെ നിങ്ങൾക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിരിക്കും. ഓക്കെ, കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ മക്കളെ ഏറ്റവും കൂടുതൽ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. 6 മാർക്ക് 4 മാർക്ക് വിട്ടുള്ള കളിയില്ല. മറ്റുള്ളവർക്ക് 1 മാർക്ക് 2 മാർക്കൊക്കെ അല്ലേ, പക്ഷേ ഇവർ 6 മാർക്കിൻ്റെ ആളാണ് ഈ ചാപ്റ്റർ. നോക്കാം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദി പെരുമാൾസ്. പെരുമാളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ, പെരുമാളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഭരണ സവിശേഷതകൾ എഴുതുക എന്നാണ് മക്കളെ. പെരുമാൾസ് ആഡ് റെപ്രസെൻറ്റേറ്റീവ് കോൾഡ് കൊയിലധികാരികൾ. എന്തായിരുന്നു? കൊയിലധികാരികൾ എന്ന് പറഞ്ഞാൽ പെരുമാൾ സാഡ്സ് റെപ്രസെൻറ്റേറ്റീവ് കോൾഡ് കൊയിലധികാരികൾ. മക്കളെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? പെരുമാക്കന്മാർക്ക് കൊയിലധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കൊയിലധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പെരുമാൾസ് വെയർ അസിസ്റ്റഡ് ബൈ 4 തളി. മക്കളെ 4 തളി എന്നുള്ള ഒരു ബ്രാഹ്മണ സമിതി എന്തുണ്ടായിരുന്നു? പെരുമാക്കന്മാരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മിൻസിന്റെ കൗൺസിലാണ്. അതുപോലെ തന്നെ പെരുമാൾസ് ആഡ് മിൽഷ്യ കോൾഡ് 1000. മക്കളെ പട്ടാളക്കാരുണ്ടായിരുന്നു, ഒരു കൂട്ടം പട്ടാളക്കാരുണ്ടായിരുന്നു. അവരറിയപ്പെടുന്ന പേര് 1000 എന്ന സൈനിക കൂട്ടം പെരുമാളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ടാക്സ് എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത്? നാഡൂസ്, നഗരാസ്. നഗരാസ് എന്ന് പറയുമ്പോൾ ടൗണുകളെയാണ് നഗരാസ് എന്ന് പറയുന്നത്. നഗരങ്ങൾ എന്ന് പറയാറില്ലേ, അതന്നെ. പിന്നെ ബ്രാഹ്മിൺ ഗ്രാമസ് എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാരുടെ ഗ്രാമങ്ങൾ, ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് ലെവി ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നികുതി കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ഓക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലത്ത് കേരളത്തിൽ നിലനിന്ന തൊഴിൽ കൂട്ടങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മക്കളെ എന്തൊക്കെയാണ് തൊഴിൽ കൂട്ടങ്ങൾ അക്കാലത്ത് കേരളത്തിലുണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ ആൻഡ് ദ മേക്കിംഗ് ഓഫ് അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ്. മക്കളെ കാർഷിക ഇനത്തിലെ കൃഷിയും കാർഷികോപകരണങ്ങളും നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. കരകൗശല ലോഹ നിർമ്മാണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഇൻവോൾവ് വിത്ത് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ദി മേക്കിംഗ് ഓഫ് മെറ്റൽ എക്യുപ്മെന്റ്സ്. മെറ്റൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ട്രേഡ്, കച്ചവടത്തിൽ എൻഗേജ് ചെയ്യപ്പെട്ടിരുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ, പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ വീവിംഗ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ, പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ടെമ്പിൾ റിച്വൽസ് എന്ന് വെച്ചാൽ ടെമ്പിൾ ഇതാ കണ്ടോ, ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. നാടുവാഴി സ്വരൂപവുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരും എവിടെ ഉണ്ടായിരുന്നു മക്കൾ? ഒഫീഷ്യൽസ് കണക്റ്റഡ് ഓഫ് ദി നാടുവാഴി സ്വരൂപംസ്. നമ്മൾ ഏതിൻ്റെ? അക്കാലത്ത് മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒക്കുപേഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ തൊഴിൽ കൂട്ടങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രേഡ് പ്രിവൈൽഡ് ഇൻ ദ മിഡീവൽ പീരീഡ്. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധ തരം കച്ചവടങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, വിവിധ തരം കച്ചവടങ്ങളെ പറ്റിയിട്ട്. മക്കൾ എന്തൊക്കെ കച്ചവടങ്ങളാണ് ഉണ്ടായത്? ഒന്ന് കണ്ടോ, പയ്യന്നൂർ പാട്ട് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ ചെട്ടീസ് എന്നൊക്കെ 5 വണ്ണവും മണിഗ്രാമവുമാണ് വ്യാപാര സംഘങ്ങൾ. മക്കളെ വ്യാപാര സംഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് 5 വണ്ണം, അതുപോലെ തന്നെ മണിഗ്രാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മീൻ ബൈ 5 വണ്ണം എന്ന് പറഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഇവർ ചെട്ടീസ് എന്ന് പറയുന്നത്, ചെട്ടീസ് എന്ന് പറയുമ്പോൾ മക്കളെ ട്രേഡ് നടത്തുന്ന ചെട്ടീസ്. പിന്നെ ബോത്ത് സീ ആൻഡ് ലാൻഡ് ട്രേഡ്, കരമാർഗവും കടൽ മാർഗവും എന്ത് ചെയ്തിരുന്നു? ഇവർ ഈ ട്രേഡ് നടത്തിയിരുന്നവരായിരുന്നു. ദേ ഗെയിൻഡ് ദി അപ്പർ ഹാൻഡ് ദി സീ ട്രേഡ്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോൺസിക്വൻറ്റ്ലി ദ യൂറോപ്യൻ സ്റ്റാർട്ടഡ് കൺട്രോളിങ് ദ റിച്ച് റിസോഴ്സസ് ഓഫ് കേരള. പിന്നീട് കൂടുതലും ആരായി മാറി? ഓരോ ടീമുകളും വന്നു, പോർച്ചുഗീസുകാർ ഇവരൊക്കെ വന്നു. അവസാനം കേരളത്തിൻ്റെ ട്രേഡ് കൺട്രോൾ ചെയ്യുന്നത് ആരായിരുന്നു? കച്ചവടം നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? യൂറോപ്യന്മാരായിരുന്നു കച്ചവടം നിയന്ത്രിച്ചിരുന്നു. അറബികളും ചൈനക്കാരുമായിട്ടൊക്കെ പ്രധാന കച്ചവടക്കാർ ഇവിടെ ആയിരുന്നു. അറബികളും ചൈനക്കാരൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് അവസാനം എന്ത് ചെയ്തു? യൂറോപ്യന്മാരായിരുന്നു ഇവിടെ ഇരുന്ന ഏറ്റവും കൂടുതൽ. ഇനി അടുത്താണ് എക്സ്പ്ലെയിൻ ദി സോഷ്യൽ കൺട്രോൾ ഇൻ മിഡീവൽ കേരള. മിഡീവൽ കേരളയിലെ സോഷ്യൽ കൺട്രോളിനെ പറ്റി, മധ്യകാല കേരളത്തിലെ സാമൂഹിക നിയന്ത്രണത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു മക്കളെ? റൂൾസ് ആൻഡ് നോംസ് കൺട്രോൾ ദി സോഷ്യൽ റിലേഷൻഷിപ്പ് ഡ്യൂറിങ് ദി മിഡീവൽ പീരീഡ് അല്ലേ. എടാ അവരറിയപ്പെടുന്ന പേര് അത് കണ്ടോ, ഡ്യൂറിങ് ദി പെരുമാൾ പീരീഡ് ദെയർ വാസ് കസ്റ്റംസ്. എടാ ആ പീരീഡ്, പെരുമാളുടെ പീരീഡിലുള്ള കസ്റ്റംസിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മുഴിക്കുളം കച്ചം എന്ന് പറയുന്നതായിരുന്നു. മുഴിക്കുളം കച്ചം എന്ന് പറയും. ഇറ്റ് വാസ് മെയിൻലി അപ്ലിക്കബിൾ ടു ദി ബ്രാഹ്മിൻസ് ആൻഡ് ദി ടെമ്പിൾ കമ്മ്യൂണിറ്റീസ്. മക്കളെ ഇത് ഏറ്റവും കൂടുതൽ ആർക്കാണ് അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബ്രാഹ്മിൻസും അതുപോലെ തന്നെ ടെമ്പിൾ കമ്മ്യൂണിറ്റീസ്, ഞാൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല, അവരൊക്കെയാണ് ഒരു ഗ്രൂപ്പ്. ഡ്യൂറിങ് ദി പെരുമാൾ പീരീഡ് ട്രഡീഷണൽ കസ്റ്റംസ് മെയിൻലി കൺട്രോൾഡ്
സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് മര്യാദകളുണ്ട്, കുറച്ച് അവർ നോക്കേണ്ട കുറച്ച് മര്യാദകൾ. ആ മര്യാദകളെ മക്കളെ ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, പിന്നെ ശുദ്ര മര്യാദ, ഇതൊക്കെ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾ, ഓരോ രാജ്യങ്ങൾ കണ്ടോ ഓരോ സ്വരൂപങ്ങൾ പഠിക്കുക. കോലസ്വരൂപം, കോലത്തുനാട്, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂര് സ്വരൂപം, അതിൻ്റെ നേരെയുള്ള പഠിച്ചേക്കണേ. ടെക്സ്റ്റിൽ ഇതേപോലത്തെ കോളം തന്നെ ഉണ്ടായിരിക്കും. കോലത്തുനാട്, കോലസ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം, കൊച്ചി, തൃപ്പാപ്പൂര് സ്വരൂപം, വേണാട്, അതെന്ത് ചെയ്യണം നോക്കി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് ലാൻഡ് ഓണേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് ലാൻഡ് ഓണേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ചേരിക്കൽ എന്ന് പറഞ്ഞാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയെ ചേരിക്കൽ എന്ന് പറയും, നാടുവാഴിയുടെ കൺട്രോളിലുള്ളത്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ളത്. ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഏറ്റവും നല്ല മാർക്ക് തന്നെ മക്കൾക്ക് വാങ്ങാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി മക്കൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ ബൈ.